ജനുവരി 19 വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നത് ശക്തമായ ആക്രമണമാണ്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 95 പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസമായി ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 506 പേർ കൊല്ലപ്പെട്ടു. 900-ലേറെ പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിലുണ്ട്. പോരാട്ടം വീണ്ടും ആരംഭിച്ചു എന്നാണ് വ്യോമാക്രമണത്തെ സംബന്ധിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. കൂടാതെ ഒന്നാം ഘട്ട വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കുകയും രണ്ടാം ഘട്ട ചർച്ചകൾ അലസിപ്പിക്കുകയും ചെയ്തതോടെയാണ് ഗാസ വീണ്ടും യുദ്ധഭൂമിയായത്. ഹമാസ് മുന്നോട്ട് വെച്ച ന്യായമായ ഉപാധികൾ ഇസ്രയേൽ അംഗീകരിച്ചില്ലെന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. ശത്രുക്കളോട് ദയ കാട്ടില്ല എന്നും ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞത്. 2 മാസത്തെ ശാന്തതയ്ക്ക് ശേഷമാണ് ഗാസ വീണ്ടും കലാപഭൂമിയായി മാറിയിരിക്കുന്നത്.